മുന്നറിയിപ്പല്ല, തിരിച്ചടി തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇതിൽ ചുരുങ്ങിയത് 3 വാദങ്ങൾ എനിക്ക് ഈ വിഷയത്തിലുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ എന്ന പേരിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന പ്രോമിസറി നോട്ട് എന്ന ആശയം വരുന്നത് 2018 പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെയാണ്, ഒരു ഭേദഗതി അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ആ ഭേദഗതി അവതരിപ്പിക്കുന്നത് ജനുവരി 29-ാം തീയതിയാണ്. സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണമില്ലാതെ, ഒരു ചർച്ചയുമില്ലാതെ നടപ്പിലാക്കിയ ഒരു മണി ബില്ലായിരുന്നു അത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിനാൻസ് ആക്ടിൽ വരുത്തിയൊരു ഭേദഗതിയാണെങ്കിലും 3 പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിലൊന്ന് IT വകുപ്പിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ്. അത് കോർപ്പറേറ്റുകളുടെ ഇത്തരം സംഭാവനകൾ നൽകുന്നത് റെസിപ്റ്റായി കാണിച്ചാൽ അവരുടെ ടാക്സ് ഇളവിനുള്ള അനുമതി കൊണ്ടുവന്നു. രണ്ടാമത്തത് കൊണ്ടുവന്നത് കമ്പനി നിയമത്തിലാണ്. അതാണ് ഏറ്റവും സുപ്രധാനമായി. ഇന്നത്തെ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കമ്പനി നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ്. 182-ാമത്തെ വകുപ്പിൽ അവിടെ അത് ഭേദഗതി ഉൾപ്പെടുത്തി. ആ 182-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അവരുടെ ലാഭവിഹിതത്തിൻ്റെ 7.5% മാത്രമേ ഏതെങ്കിലും പാർട്ടിക്ക് സംഭാവനയായി നൽകാൻ കഴിയൂ. അതായിരുന്നു ഒരു നിയന്ത്രണം കമ്പനി നിയമത്തിലെ 182-ാമത്തെ സെക്ഷൻ പ്രകാരം. ആ പരിധി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് 100% ലാഭവും ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി കൊടുക്കാം എന്ന സാഹചര്യം എത്തി. ക്യാപ്പ് എടുത്തു കളഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പനി നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ നിയന്ത്രണം എന്ന് പറയുന്നത് ബോർഡ് അംഗങ്ങൾ അറിഞ്ഞുകൊണ്ടും ആ ബാലൻസ് ഷീറ്റിൽ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൂടി രേഖപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. ആ നിയന്ത്രണവും എടുത്തു കളഞ്ഞു. സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് സ്റ്റേറ്റ്മെന്റിൽ വേണ്ട. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ കൊണ്ടുവരുന്നത് കമ്പനി നിയമത്തിലാണ്. അതിനുശേഷമാണ് ഫിനാൻസ് നിയമത്തിലെ ഈ ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നതും അത് ചർച്ചയില്ലാതെ, പ്രതിപക്ഷത്തിൻ്റെ ചർച്ചയില്ലാതെ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതും. അപ്പോൾ അവതരിപ്പിച്ചത് തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതാണ് രണ്ടാമത്തെ വാദം, അതൊരു നിയമാനുസൃതമായ കുത്തക അഴിമതിയിലേക്ക് വഴിവെച്ചു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാദം. എങ്ങനെയാണ് ഇത് സമർത്ഥിക്കാൻ കഴിയുക? 2 രീതിയിൽ അത് സംഭവിച്ചു. 2017 ഫിനാൻസ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് 2018 ഈ കടപ്പത്രം കൊണ്ടുവരുന്നത്. ഇന്നേ വരെ 27 തവണ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഒരൊറ്റ ബാങ്കിനാണ്, SBIക്കാണ്. SBI ഏകദേശം 16,518 കോടി രൂപയുടേതാണ് ഇതുവരെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കടപ്പത്രത്തിൻ്റെ വാല്യൂ. അതിൽ ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ പങ്കുപറ്റിയിരിക്കുന്നത് BJP ആണ്. അതായത് 55%-ഓളമാണ്, 6,600-ലധികം കോടി രൂപ കഴിഞ്ഞ 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 9.5% മാത്രമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയുടെ ഒരു പ്രധാനപ്പെട്ട സൂചന, ഭരിക്കുന്ന കക്ഷികൾക്ക് മാത്രം. രണ്ടാമത്തെ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. ആ കണക്ക് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്നത് ഈ നേരത്തെ സുജയെ സൂചിപ്പിച്ച കണക്ക് പ്രകാരം ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾക്ക് മാത്രമാണ് കൂടുതലും കിട്ടിയിട്ടുണ്ടാവുന്നത്. സംസ്ഥാനം ഭരിക്കുന്നതിലെ ഭരണകക്ഷിക്ക്, പ്രതിപക്ഷത്തിനല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. INC, TMC, BJD, DMK, ആം ആദ്മി പാർട്ടി, JDU അടക്കം ഭരിക്കുന്ന കക്ഷിക്കാണ് കിട്ടുക, പ്രതിപക്ഷ കക്ഷിക്കല്ല. എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി കമ്പനികളും വ്യക്തികളും നിരന്തരമായി കടപ്പത്രം വഴി പണം പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിനെ പറഞ്ഞത് ഇറ്റ്സ് ലീഗലൈസ്ഡ് മോണോപ്പൊളൈസ്ഡ് കറപ്ഷൻ, നിയമപരമായി കുത്തകവൽക്കരിക്കപ്പെട്ട അഴിമതി എന്നതാണ് ഞാനതിന് കൊടുക്കുന്ന നിർവചനം, കടപ്പത്രത്തിന് കൊടുക്കുന്ന നിർവചനം തന്നെ. ഇതാണ് രണ്ടാമത്തെ എൻ്റെ ആർഗ്യുമെൻറ്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. 2017 1500 രാഷ്ട്രീയ പാർട്ടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനാവുക. അതായത് കടപ്പത്രം വരുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് ബോണ്ട് വരുന്നതിന് മുമ്പ് 1500 രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എന്നാൽ 2022 ആകുമ്പോൾ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ടെന്നറിയാമോ? കൃത്യമായ കണക്ക് ഇലക്ഷൻ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ 2858 രാഷ്ട്രീയ പാർട്ടികൾ. എന്താ കാരണം? 1500-ൽ നിന്ന് 1300 അധികം രാഷ്ട്രീയ പാർട്ടികൾ 4 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടാവാൻ എന്താ സംഭവിച്ചത്? രാജ്യമൊന്നാകെ ഈ പറയുന്ന ബഹുസ്വരതയിൽ അഭിരമിച്ചോ? ഇല്ല. പകരം ഒരൊറ്റ കണ്ടീഷനാ, ഈ പണം വാങ്ങണമെങ്കിൽ 1% വോട്ട് മതി എന്നുള്ള പ്രധാനപ്പെട്ട നിബന്ധന വന്നു. അത് ആര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് മാത്രം കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് ക്യാപ്പില്ലാതെ പണം സ്വന്തമാക്കാം, അത് ആരുടെ മുന്നിലും നിങ്ങൾക്ക് കാണിക്കേണ്ട, ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് കാണിക്കേണ്ട. അതായത് ഞാനൊരു കമ്പനി തുടങ്ങുന്നുള്ളപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും തുടങ്ങിയാൽ എൻ്റെ കമ്പനിയിലെ ലാഭവിഹിതം ടാക്സ് കൊടുക്കാതെ കൃത്യമായി എൻ്റെ പാർട്ടിയിലേക്ക് നിക്ഷേപിക്കാം എന്ന് പറയുന്ന അതിവിദഗ്ധമായ കള്ളപ്പണത്തിൻ്റെ കൂമ്പാരം
കള്ളത്തരമാണ് കണ്ടത്. കള്ളപ്പണം നിഷേധിക്കാൻ കൊണ്ടുവന്നതല്ല, കള്ളപ്പണത്തെ ലീഗലൈസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കടപ്പത്രമാണ് ഇന്ന് സുപ്രീം കോടതി എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുന്നത്. അത് അടിസ്ഥാനമായി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടുന്ന അടിസ്ഥാന ഘടകമാണ്. പൗരന്റെ മൗലികാവകാശത്തിന്റെ ആർട്ടിക്കിൾ 91 ലംഘനമാണ് എന്നതാണ് നാലാമത്തെ വാദം. അതതിൻ്റെ സാങ്കേതികമായ വാദമാണെങ്കിലും പ്രധാനപ്പെട്ട വാദമാണ്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് കടപ്പത്രം വിഘാതമാകുന്നുവെന്ന് ഈ സുപ്രീം കോടതി കണ്ടെത്തിയത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വിധി കേന്ദ്ര സർക്കാരിൻ്റെ മുഖമടച്ചു കിട്ടിയ അടിയാണ്, BJPക്ക് മുഖമടച്ചു കിട്ടിയ അടിയാണ്. ഇനിയെല്ലാം പുറത്തു വരാൻ പോകുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിനകത്ത് ടെക്നിക്കലി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ജനുവരി, ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലാണ് ഈ കടപ്പത്രം വിതരണം ചെയ്യുന്നത്. ഈ വിധി വന്നിരിക്കുന്ന ദിവസം എന്നാ ഓർമ്മിക്കൂ, ഫെബ്രുവരി 15 ആ വിധിയിലൊരു ഭാഗമുണ്ട്. എന്താ ഭാഗം? കടപ്പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ പോയി കടപ്പത്രം ക്യാഷാക്കി മാറ്റിയിട്ടില്ലാത്ത പാർട്ടികൾ ആ കടപ്പത്രം തിരിച്ച് ബാങ്കിന് കൊടുക്കുകയും ബാങ്ക് അത് വാങ്ങിയ ആളുകൾക്ക് തിരിച്ച് ആ പണം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. കടപ്പത്ര വിതരണം കഴിഞ്ഞതെന്ന ജനുവരി മാസം 20 ഇപ്പോൾ തീയതി എന്ന ഫെബ്രുവരി 15. എത്രയാ കാലാവധി? 15 ദിവസം. ആ വിധിക്ക് നിയമപരമായ എന്ത് സാങ്ക്ടിറ്റിയാണ് പ്രാക്ടിക്കലി ഉള്ളതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ നോട്ടാക്കി ക്യാഷാക്കി മാറ്റാനുള്ളവർ ക്യാഷാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിധിയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഭാഗം കൂടിയുണ്ട് എന്നെനിക്കൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ വിധിയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. സ്മൃതി, ശരി. Meet the editors.